ആലുവ ശിവരാത്രി മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ തുടരുന്നു. രാവിലെ 8:30 മുതൽ കുംഭത്തിലെ വാവുബലിയും നടക്കും. 1 ലക്ഷത്തോളം പേരാണ് ആലുവയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തിയത്. 116 ബലിത്തറകളാണ് ശിവരാത്രിയോടനുബന്ധിച്ച് മണപ്പുറത്തൊരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി സൈഫുന്നീസ അലിയാർ ചേരുന്നു. സൈഫുന്നീസ, ഇന്നിപ്പോൾ എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? ഇന്നും ജനനിബിഡമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ഗുഡ് മോർണിംഗ് റോഷ്നി ആൻഡ് വെങ്കടേഷ്. ഞാനുള്ളത് ശിവരാത്രി മണപ്പുറത്താണ്. ആലുവ മണപ്പുറത്ത് ശിവരാത്രിയുടെ ഭാഗമായുള്ള ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകളാണ് നടക്കുന്നത്. രാത്രി 12 മണിക്കാണ് ശിവരാത്രി വിളക്ക് ചടങ്ങ് പൂർത്തിയായത്. അതിനുശേഷം എഴുന്നള്ളത്തിനും ശേഷമാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയത്. കുംഭമാസത്തിലെ അമാവാസി വാവുബലിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ രാവിലെ 8:30 മുതലാണ് നടക്കുക. അതുകൊണ്ട് 8:30 വരെ ഈ ശിവരാത്രിയുടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രയധികം പേരാണ് ഈ ശിവരാത്രി മണപ്പുറത്ത് തങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന് രാവിലെ ബലിതർപ്പണം നടത്തി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനാണ് എല്ലാവരും ഇപ്പോൾ രാവിലെ ഒരുങ്ങുന്നത്. ഓരോ മിനിറ്റിലും 100 കണക്കിന് പേരാണ് ഇപ്പോൾ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും 100 കണക്കിന് പേർ ബലിതർപ്പണം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്യുന്നു. 1500 പോലീസ് ഉദ്യോഗസ്ഥരെയായിരുന്നു സുരക്ഷയ്ക്കായി ജില്ലാ ഭരണകൂടം വിന്യസിച്ചിരുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് തന്നെ 25,000-ഓളം പേർ ഇവിടെ എത്തിയിരുന്നു. രാത്രി 10 മണിക്ക് ശേഷം അത് 50,000 കടന്നു. പുലർച്ചെ വരെ 1 ലക്ഷത്തോളം പേർ എത്തി ബലിതർപ്പണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബലിതർപ്പണത്തിനായി ഇവിടേക്ക് ആളുകൾ എത്തിയത്. ഇന്ന് രാവിലെ 8:30 മുതലാണ് കുംഭമാസത്തിലെ വാവുബലി ചടങ്ങുകൾ നടക്കുന്നത്. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ ലക്ഷാർച്ചനയോടെയായിരുന്നു ശിവരാത്രിയുടെ ആഘോഷങ്ങൾ തുടങ്ങിയത്. വൈകിട്ട് 100 കണക്കിന് പേർ ഇവിടേക്ക് ആദ്യം എത്തി. അതിനുശേഷം ഇവിടെ ഈ മണപ്പുറത്ത് തമ്പടിക്കുകയും ചെയ്തു. രാത്രി ഉറക്കമുളച്ചിരുന്ന് ഇന്ന് രാവിലെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 112 ബലിത്തറകളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത്. 75 രൂപ നിരക്കിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. അതായത് ഇന്നലെ പിതൃതർപ്പണത്തിനായി എത്തുന്നവർക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഭക്ഷണവും ഒപ്പം തന്നെ രാത്രി ഉറക്കമുളച്ചിരിക്കുന്നവർക്കുള്ള ചുക്ക് കാപ്പിയും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരുന്നു. ഇന്ന് മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തന്ത്രി മുല്ലേപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് നേതൃത്വം നൽകുന്നത്. ഔദ്യോഗികമായി ബലിതർപ്പണ ചടങ്ങുകൾ രാത്രി 12 മണിക്കാണ് ആരംഭിച്ചതെങ്കിൽ പോലും ഇന്നലെ വൈകിട്ട് തന്നെ പലരും ബലിതർപ്പണം നടത്തി മടങ്ങുന്നുണ്ടായിരുന്നു, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ. പക്ഷേ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ രാത്രി 12 മണിക്കാണ് ആരംഭിച്ചത്. ഇപ്പോൾ അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഇനി വരുന്നവർക്ക് 8:30 മുതൽ വാവുബലിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകളും നടത്താം. KSRTCയുടെ പ്രത്യേക സർവീസ് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തുന്നവർക്കായി ഈ ആലുവ മണപ്പുറത്ത് പ്രത്യേക ഒരു ബസ് സ്റ്റാൻഡ് തന്നെ ഒരുക്കിയിരുന്നു. 250ഓളം സർവീസുകളാണ് KSRTC ഈ ആലുവ ഭാഗത്ത് നിന്ന് മാത്രം ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകം ട്രെയിൻ സർവീസും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങുകളെല്ലാം നടക്കുകയാണ്. ബലിതർപ്പണം ചടങ്ങുകളും മുന്നോട്ട് പോകുന്നു. ഓക്കെ, സൈഫുന്നീസ അലിയാരാണ് വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ കാഴ്ചകളാണ് സൈഫുന്നീസ പങ്കുവച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.